ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ കൊഴിച്ചിൽ, അതായത് ഹെയർ ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിലുള്ള ഒരു മെത്തേഡാണ്. അതായത് മുടി കൊഴിച്ചിലിനുള്ളൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആൾക്കാർക്കെല്ലാം തലമുടി എപ്പോഴും ചൂട് വന്നാലും തണുപ്പ് വന്നാലും എപ്പോഴും തലമുടി കൊഴിയാറുണ്ട്. പക്ഷേ ഈ തണുപ്പ് കാലത്താണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. ചൂട് കാലത്ത് മുടി കിളിർക്കുകയാണ് ചെയ്യുന്നത്. അത് ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു മാസത്തിൽ 1 ഇഞ്ച് മുടി മാത്രമാണ് വളരുന്നത്. ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും അത്രേ വളരുള്ളൂ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ വെട്ടിവിട്ടു മാസം തോറും ഒരുപാട് തലമുടി വളരുമെന്നൊന്നും ആരും കരുതണ്ട. 1 ഇഞ്ച് മുടി മാത്രമേ ഒരു മാസത്തിലൊരിക്കൽ വളരുള്ളൂ. അപ്പോൾ ഈ തലമുടി വളരുന്നതിന് കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ഒരു ബലവും കട്ടിയെല്ലാം വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടീൻ ചേർന്നൊരു പേക്കാണ് പറയാൻ പോകുന്നത്. അതായത് പ്രോട്ടീൻ ചേർന്ന കെരാതെറാപ്പി എന്ന് പറയും. അതായത് കിറ്റ് ഹെയർ സ്ട്രെയിറ്റനിങ് പോലെ തന്നെയാണിത്. മുടിയുടെ കൊഴിച്ചിലിന് അതിന് മാത്രമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം അമിനോ പ്രോട്ടീൻ ചേർന്ന കണ്ടൻറ്റ് ചേർന്നിട്ടുള്ള ജെല്ലും ഓയിലും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് അമിനോ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഓയിൽ ആദ്യം അതാണ്. അത് കഴിഞ്ഞ് അമിനോ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ജെല്ലുണ്ട്. അത് കഴിഞ്ഞൊരു പാക്കുണ്ട്, ഒരു ക്ലെൻസറുണ്ട്. ഇതാണ് ഇതിലടങ്ങിയിട്ടുള്ള കിറ്റിലടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ തലമുടി നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം ആദ്യം ഈ ജെല്ലാണ് ഫസ്റ്റിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറിയ രീതിക്ക് ഒരു മസാജ് കൊടുത്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ആ 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. അതാണ് ഫസ്റ്റിലത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മസാജ് കൊടുക്കുക. അതായത് ഈ മസാജ് ഒരു 15-20 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യണം, ഹൈ ഫ്രീക്വൻസി മെഷീനിൽ ഒന്ന് എന്ത് ചെയ്യാം, മെഷീൻ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീം കൊടുക്കുക. അതായത് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഇതിനെന്ത് ചെയ്യുക, സ്റ്റീം കൊടുത്ത ശേഷം പ്രോട്ടീൻ പാക്ക് ഇതിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 10 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാം, ഇത് വാഷ് ചെയ്ത് കളയാം. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് ചെയ്യുന്ന ക്ലെൻസർ എന്ന് പറയുന്നത് എപ്പോഴാണ് ചെയ്യുന്നത്, ഫസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ലാസ്റ്റ് ക്ലെൻസറുണ്ട്. ഈ ക്ലെൻസർ യൂസ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യുക, തലമുടി വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡെന്ന് പറയുന്നത്. നമ്മൾ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, വോളിയമൈസിങ്, റിലാക്സിങ്, റീബോണ്ടിങ് ഇതെല്ലാം ചെയ്ത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എല്ലാ ട്രീറ്റ്മെൻറ്റും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു മുടി കൊഴിച്ചിലിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. അപ്പം കൂട്ടുകാരെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്യൂട്ടി ഷോപ്പിൽ പോയിട്ട്, തിരുവനന്തപുരത്ത് ഒരുപാട് ബ്യൂട്ടി ഷോപ്പുകളുണ്ട്, പോയിട്ട് ഇത് നോക്കുക, കിട്ടുമെന്ന് വാങ്ങിക്കുക, ഇതുപോലെ ചെയ്തു നോക്കുക. സ്വന്തമായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി എന്ന് പറഞ്ഞാൽ ഒരു മുഖത്തിനുള്ളൊരു ചെറിയൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഒരു 4 ബദാം എടുക്കുക, ഒരു 1/2 സ്പൂൺ കടലമാവ് എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പാലെടുക്കുക, ഒരു 4-5 തുള്ളി ചെറുനാരങ്ങ നീരെടുക്കുക. അപ്പോൾ ഇത് ഇത്രയാണ് വേണ്ടത്. ഇവിടെ ഒരു പൂച്ച വന്നിരിപ്പുണ്ട്. അപ്പോൾ ആ പൂച്ചയുടെ പുറത്ത് എന്തോ വന്ന് വീണത് ഓടിക്കളഞ്ഞപ്പോൾ അതാണ് സൗണ്ട് ഇട്ട് ഞാൻ കുഞ്ഞിട്ടിങ്ങനെ നോക്കിയത്. അപ്പോൾ എന്തായാലും ടിപ്സ് ഞാൻ പറയുന്നത് കേട്ടോളൂ. ഇത് 4ഉം കൂടി എടുത്ത ശേഷം ഇത് മിക്സ് ചെയ്ത് എന്ത് ചെയ്യണം, തലേ ദിവസമേ ബദാം കുതിർക്കാനിട്ട് അതിനെ അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം വേണം അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മിക്സ് ചെയ്ത് മുഖത്ത് ഒരു 15 മിനിറ്റ് ഇട്ട് കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക. നല്ലൊരു റിസൾട്ടാണ്. അപ്പം നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുക. കൂട്ടുകാരെ, ടാറ്റ, ബൈ, ഓക്കേ.